പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പോയിന്റിലാണ് നമ്മളുള്ളത്, അല്ലേ? പാർട്ട് 2-ലുള്ളത്. പാർട്ട് 2-ലെ രണ്ടാമത്തെ പോയിന്റിലേക്കാണ് കിടക്കാം. അതായത് ഈ ലോക ജീവിതത്തിൽ ലഭിക്കും എന്ന് പറഞ്ഞ സക്കീനത്ത് എന്ന സംഗതി, അല്ലേ? വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ, അല്ലേ? സക്കീനത്ത്, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സക്കീനത്ത് ലഭിക്കാൻ, ആ പ്രശാന്തത, ശാന്തി, ആ സമാധാനം ലഭിക്കാനാണ് നിങ്ങളെ ഒരേ ആത്മാവിൽ നിന്ന് ഇണകളാക്കി തന്നതാണ്. അതൊരു അസ്റാറുൽ സിറാണ്. ഒരേ ആത്മാവിൽ നിന്ന് തന്നെ, അല്ലേ? ആണും പെണ്ണും ആത്മീയ തലത്തിൽ വ്യത്യാസമൊന്നുമില്ലല്ലോ. ശരീരം വ്യത്യാസമാണ്, മനസ്സ് വ്യത്യാസമാണ്, പക്ഷേ ആത്മാവ് ഒന്നാണ്. അപ്പോൾ എന്താണ്, ഒരർത്ഥമാണ് ഒന്നിലുള്ളത്, മറ്റേലും അർത്ഥമാണ്. ന്യൂട്രൽ ഫേസും പോലെ അത് ഒന്നിക്കുമ്പോഴാണ് മഹാപാരസ്പര്യം ഉണ്ടാകുന്നത്. അതിലൂടെയാണ് ഭയങ്കരമായ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഓക്കെ, അതിൻ്റെ ആയത്തിലേക്ക്, മീൻ ആയാത്തിഹി എന്ന വലിയൊരു ലോകമുണ്ട്. അതിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. മറിച്ച് എന്താണ്, ദി തസ്കുനു ഇലേഹ എന്ന് പറഞ്ഞിരിക്കുകയാണ്. സക്കീനത്ത് ലഭിക്കും. അപ്പം എൻ്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഈ സക്കീനത്ത് ലഭിക്കും എന്ന് പറഞ്ഞത് ഈ ലോക ജീവിതത്തിലെ സക്കീനത്താണോ, അതല്ല സ്വർഗത്തിലെ സക്കീനത്ത്, ഹുർലിൻ്റെ കൂടെ അതായിരിക്കുമോ? എന്തായിരിക്കും അത്? ഏതാകാനാണ് സാധ്യത? ആയത്ത് എന്താ എത്താക്കുന്നത്? ഈ ലോകത്തെ സക്കീനത്തല്ലേ? അപ്പോൾ ഈ ലോകത്ത് ലഭിക്കേണ്ടുന്ന സക്കീനത്താണ് സമാധാനാവസ്ഥ, അല്ലെങ്കിൽ ശാന്തി അവസ്ഥ, പ്രണയത്തിലൂടെ ലഭിക്കുന്നത്. ഓക്കെ, ഭാര്യ ഭർത്താക്കന്മാർക്ക് ലഭിക്കുന്നത്. ഇത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അനുഭവിച്ച വ്യക്തിത്വം ആരായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. കുടുംബജീവിതത്തിലെ ഈ സക്കീനത്ത്, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള ഈ സക്കീനത്താണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. ഇത് ഏറ്റവും കൂടുതൽ അനുഭവിച്ച വ്യക്തി ആരായിരിക്കും? ഹു കുഡ് ബി ദാറ്റ് പേഴ്സൺ? ആരായിരിക്കും ആ വ്യക്തി? പറഞ്ഞു, ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈശയ്ക്ക് പറയും. നിങ്ങൾക്ക് ഉറപ്പാണോ? എല്ലാവർക്കും ഉറപ്പാണല്ലോ? നിങ്ങൾക്ക് ഉറപ്പല്ലേ? ഇവിടെ നിങ്ങളോട് ഉറപ്പല്ലേ? ഓക്കെ, വീണ്ടും ക്വസ്റ്റ്യൻ ആവർത്തിക്കുകയാണ്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച വ്യക്തിത്വം ആരാണ്? അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നിങ്ങൾക്ക് ഉറപ്പാണല്ലോ? എല്ലാവർക്കും ഉറപ്പാണല്ലോ? അപ്പോൾ രണ്ടും ഒരേ വ്യക്തിയാണ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദാറ്റ് ഈസ് വെർ ദ സീക്രട്ട് ലൈസ്. അവിടെയാണ് ഈ സീക്രട്ട് കിടക്കുന്നത്. മനസ്സിലായില്ലേ? എങ്ങനെ ഇത് പറയാം, ഈ സക്കീനത്ത്, അല്ലേ? ഞാൻ കൂടുതലേക്ക് പോകുന്നില്ല, ഞാൻ അടുത്ത വിഷയത്തിലേക്ക് പോകാം. ഫോർ എക്സാമ്പിൾ, അപ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ ആയത്തിൻ്റെ കൂടെ അള്ളാഹു പറയുന്നതാണ് വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ, അല്ലേ? നിങ്ങൾക്ക് അകത്ത് മവദ്ദത്തിനെ വെച്ചവനാണ്, ഉള്ളിൽ അള്ളാഹു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മവദ്ദത്ത് എന്നുള്ളത് എന്താണ്? മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പ്രേമം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രേമം, ഇണകൾ തമ്മിലുള്ള പ്രേമം. അത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അനുഭവിച്ച വ്യക്തിത്വം ആരായിരിക്കും? രസിക്കണം. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിച്ചത് ആരാ? പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതും പ്രൊഫഷണൽ തങ്ങൾ തന്നെ. എന്നാൽ ഏറ്റവും കൂടുതൽ മവദ്ദത്ത് അനുഭവിച്ചതും അപ്ലൈ ചെയ്തതും പിന്നെ എന്താ പറയുക, പ്രസരിപ്പിച്ചതും റേഡിയേറ്റ് ചെയ്തതും എല്ലാം പ്രവാചകൻ തന്നെ. ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ തന്നെയാണ് ഭാര്യയായിട്ടുള്ള സ്നേഹവും കാര്യങ്ങളും അതും നടക്കുന്നത്. നേരത്തെ പറഞ്ഞ സക്കീനത്ത് നടക്കുന്നു, മവദ്ദത്ത് നടക്കുന്നു, വറഹ്മത്തൻ അല്ല കാര്യം അതും ഏറ്റവും കൂടുതൽ അനുഭവിച്ച ആരായിരിക്കും? അപ്പോൾ വേണ്ട ആവശ്യമില്ലല്ലോ. പ്രവാചകനെ പറ്റി ഖുർആനിൽ ഒരു സ്ഥലത്ത് പറയുന്ന തന്നെ ഉണ്ട്, പ്രവാചകൻ റഊഫ് റഹീമാണെന്ന് പറയുന്നുണ്ട്. പ്രവാചകനെ തന്നെ റഹീം എന്ന് എന്താ പറയണ്ടേ, റഹീം എന്ന പേരിൽ എടുത്ത് പറയുന്നുണ്ട് ഖുർആന്. റഊഫാണെന്ന് പറയുന്നുണ്ട്. അർ റഊഫ്, അല്ലേ? അള്ളാഹുവിൻ്റെ ഒരു നാമമാണ് അർ റഊഫ്, അർ റഹ്മാൻ, അർ റഹീം. അപ്പോൾ ആ രീതിയിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തുകളുടെ എന്താ പറയുക, ഒരു മിററാണ് എന്ന് വേണം പറയാം. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മാനിഫെസ്റ്റേഷൻ നടക്കണം. മീൻസ് പ്രവാചകനില്ലാതെ ഒത്തൊരുമിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഒത്തൊരുമിച്ച വ്യക്തിത്വം ആരായിരിക്കും? അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തുകൾ, അൽ വദൂദ് എന്ന അസ്മാ സിഫാത്ത്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഒത്തൊരുമിച്ചത് ആരില്ല? കൂടുതൽ പ്രകടമായത്, അങ്ങനെ പറയാം, മാനിഫെസ്റ്റേഷൻ പ്രകടമായത് ആരില്ല? അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്ത് കൂടുതൽ പ്രകടമായത് ആരില്ല? പ്രവാചക തങ്ങളല്ലേ, അൽ വദൂദ്. അപ്പോൾ അള്ളാഹിൻ്റെ റസൂലും വദൂദാണ് അർത്ഥത്തിൽ. അത് പ്രകടമാക്കി ഏറ്റവും കൂടുതൽ, നമ്മളെക്കാൾ കൂടുതൽ ഇരട്ടി 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 കൂടുതൽ പ്രകടമാവുകയാണ്. അപ്പോൾ
അപ്പം അങ്ങനെ ഓരോന്നും റഊഫ് എന്നുള്ള അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്ത് ഏറ്റവും കൂടുതൽ പ്രകടമായത് ആരില്ല, മനുഷ്യകുലത്തിൽ ആരില്ല, തങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിച്ചത് ആരാ? ആ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിച്ച പ്രവാചകൻ സല്ലല്ലാഹു നമ്മൾ കഠിന ഹൃദയനല്ല ആയത്, റഊഫുർ റഹീം എന്ന ഖുർആൻ വിശേഷിപ്പിച്ചത്. റഊഫാണ് പ്രവാചകൻ. അതായത് അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തിനെ ഒരു കണ്ണാടി വിലയോടെ പ്രതിഫലിക്കുകയാണ്. ഹയർ ഡിഗ്രിയിൽ ഹയർ വൈബ്രേഷനിലാണ് പ്രകടിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അള്ളാഹു എന്താണ്? റഹ്മാനാണ്, റഹീമാണ്, അൽ വദൂദാണ്, അല്ലെ അഷക്കൂറാണ്, സ്വാബിറാണ്. ഇങ്ങനെ അസ്മാ സിഫാത്തിൻ്റെ ഓരോ ഗുണങ്ങളും മാനുഷിക തലത്തിൽ ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റേഷൻ നടന്ന അല്ലെങ്കിൽ പ്രകടമായ മഹാവ്യക്തിത്വമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആലോചിക്കുക, മഹാകാരുണ്യവാനാണ് പ്രവാചകൻ മനുഷ്യരുടെ കൂട്ടത്തിൽ. അതേപോലെ തന്നെ റഊഫാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ പറയുമ്പോൾ എങ്ങനെ ഒക്കെ സാധാരണ നമ്മൾക്കെന്താ സംഭവിക്കുക? നമ്മളെന്താ പറയുക, ഒരു കഠിനമായ സംഭവത്തിലൂടെ പോയ ഒരാൾ മനസ്സ് കടുത്തുപോയില്ലേ ചെയ്യുക, അല്ലേ? ഇപ്പോൾ ഹിറ്റ്ലറിൻ്റെ ഒക്കെ സംഭവം പറയുന്നുണ്ടല്ലോ, എന്താണ് ചെറുപ്പത്തിൽ രണ്ടാം അമ്മയുടെ പീഡനമാണ് അങ്ങനെ ആയി എന്നൊക്കെ പറയണ്ടല്ലോ. അങ്ങനെയൊക്കെ ഒരു ഹിസ്റ്ററി പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് സ്വാഭാവികമായിട്ട് ചിന്തിക്കും, അങ്ങനെയാണ് ചിന്തിക്കുക. സാധാ ലെൻസിലൂടെ നോക്കുമ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ അനുഭവിച്ചൊരു വ്യക്തി ആകെ എന്താ പറയേണ്ടത്, നെഗറ്റീവ് റോളിലേക്കാണ് വരേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ മുത്തുമൈനത്ത് അനുഭവിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്ത് ഏറ്റവും കൂടുതൽ രണ്ടാമതുള്ള ഡീക്കോടിയത്തെ സക്കീനത്ത് അനുഭവിച്ച വിശ്വാസങ്ങൾ, മൂന്നാമത് ഏറ്റവും കൂടുതൽ മവദ്ദത്ത് പ്രകടമാക്കിയതും അനുഭവിച്ചതും വിശ്വാസങ്ങൾ, മവദ്ദത്ത് റഹ്മത്ത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചതും പ്രകടമാക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കിയിലേക്ക് നമുക്ക് പോവാം. 99 അസ്മാ സിഫാത്തുകളുടെ പ്രകടനവും ഒറ്റയടിക്കാണ്ട് പറയണേ. ഞാൻ അസ്മാ സിഫാത്ത് അല്ലല്ലോ നമ്മൾ വിഷയം, അത് വേറെ ക്ലാസ് വരും. അപ്പോൾ അതും ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചത് പ്രവാചകൻ. അത് വല്ലാത്തൊരു പ്രതിഫലം. ഇങ്ങനെ ആലോചിച്ചപ്പോഴേ ഈ നമുക്ക് അള്ളാഹുമായിട്ടൊന്നും ഉപമിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഉപമിക്കണ്ട. ഈ സൂര്യപ്രകാശത്തിൻ്റെ പ്രതിഫലനമായിട്ടാണ് ചന്ദ്രൻ പ്രകാശിക്കുന്നത്, അല്ലേ? അപ്പോൾ അതിൻ്റെ ബ്യൂട്ടി എത്രയാണ് ചന്ദ്രൻ്റെ? ആ ബദറുൽ മുനീർ എന്ന് പറയുന്ന 14 രാവിലെ ആ ചന്ദ്രനില്ലേ, അപ്പോൾ ആ ബ്യൂട്ടി എത്രയാണെന്ന് പറയുമ്പം അങ്ങനെയാണ് പ്രതിഫലിച്ച അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തുകളെ പ്രതിഫലിച്ച റസൂലിൻ്റെ ബ്യൂട്ടി എത്രയായിരിക്കും? സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാ ബ്യൂട്ടി ആയിരിക്കും. അല്ലേ? റസൂലിൻ്റെ ബ്യൂട്ടി എത്രയാണെങ്കിൽ ആ ബ്യൂട്ടി നൽകിയ അള്ളാഹു നൂറു സമാവാത്തി വൽ അർള്, ആ സമാവാത്തിൻ്റെ നൂറായ ആകാശലോകങ്ങളുടെ സകലത്തിൻ്റെയും പ്രകാശമായ റബ്ബിൻ്റെ നൂറ്. നേരത്തെ പറഞ്ഞ ഉപമ എന്ന് പറയുന്നില്ല, വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ സൂര്യപ്രകാശമായിട്ടാണ് അവിടെ പ്രകാശിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ. എങ്കിൽ അള്ളാഹിൻ്റെ നൂറെന്തായിരിക്കും? അപ്പോൾ ആ രീതിയിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ക്വാളിറ്റി ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് പ്രവാചകനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും കൂടുതൽ അസ്മാ സിഫാത്ത് അൽ ഗഫൂർ എന്ന് പറയുന്ന അസ്മാ സിഫാത്ത്, അല്ലേ? അങ്ങേറ്റം പുറത്തു കൊടുക്കുന്ന പ്രവാചകൻ്റെ ക്ലാസ് കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഡീപ്പിൽ പോകേണ്ട വിഷയമാണ് ഇതൊക്കെ. പ്രവാചകനെക്കുറിച്ച് പറയുന്നുണ്ട്, പ്രവാചകരെ താങ്കൾക്ക് ചുറ്റുമുള്ള ആളുകൾ നിന്നിൽ നിന്ന് ഓടിപ്പോവുകയുമായിരുന്നു, നിങ്ങളങ്ങനെ പരുഷ സ്വഭാവിയായിരുന്നുവെങ്കിൽ എന്നൊക്കെ പറയുന്ന ആയത്തുകളൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നീട് നമുക്ക് ഡീക്കോടിയാം. പറഞ്ഞു തരുന്നത് ഇതെല്ലാം എന്താണ്? ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിച്ചും പ്രവാചകനാണ്. ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പോസിറ്റീവ്നെസ് അനുഭവിച്ചും പ്രവാചകൻ. അങ്ങനെ ദിസ് ഈസ് എ സീക്രട്ട് ഓഫ് ലൈഫ്. അതാവുക സിറുൽ ഹയാത്ത്. ഇതാണ് ലൈഫിൻ്റെ സിറ് എന്ന് പറയുന്നത്. ഈ സിറ് നമുക്ക് ഉള്ളിൽ നിന്ന് തിരിഞ്ഞിങ്ങനെ വരുമ്പോഴാണ് ലൈഫ് ബിക്കം സോ ഈസി. ഹയാത്തൻ ബസീത്ത എന്നൊക്കെ പറയുന്നത് വളരെ സിമ്പിൾ ലൈഫാണ് പിന്നെ നമുക്ക് വരും. ശരി, ഓക്കെ. ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. അടുത്ത വിഷയം, ഈ ലോകത്ത് തന്നെ നമുക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ ബഷാറത്തി എന്ന് പറഞ്ഞ അവസ്ഥ. അപ്പോൾ ഈ ലോകത്ത് തന്നെ ലഭിക്കുമെന്ന് പറയുന്ന വേറെ വിഷയമാണ് ഖുർആനിൽ പറഞ്ഞത്. ലഹുമുൽ ബുഷറ ഫിൽ ഹയാത്തി ദുനിയ, അഥവാ ഈ ലോകത്ത് തന്നെ അവർക്ക് ബഷാറത്തുണ്ട് എന്നുള്ളത്. ബഷാറത്ത്, ഓക്കെ. ആ ആയത്ത് എങ്ങനെയാണെന്ന് നിങ്ങൾ വായിച്ചത്? ലഹുമുൽ ബുഷ്റ ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറത്തി ലാ തബ്ദീല ലികലിമാത്തില്ലാഹ്. അതിൻ്റെ കൂടെയാണ് വഫിൽ ആഖിറ. അപ്പോൾ അവിടെ അവരായത്ത് എടുത്ത് നോക്കിയാൽ ലഹുമുൽ ബുഷ്റ, അത്തരക്കാർക്ക്. പിന്നെ അള്ളാഹുവിൻ്റെ വളരെ അടുത്ത ആളുകളെ പറ്റി ഇങ്ങനെ ചർച്ചയാണ് അല്ലേ? ആയതിനെ കുറച്ച് ബാക്കോട്ട് പോയി കാണാം.
വളരെ അടുത്ത് വലിയകൾ, വലിയ അള്ളാഹുവിനോട് ക്ലോസ് ആയ ആളുകളെ പറ്റി ചർച്ചയാണ്. നമ്മുടെ വിഷയം അതല്ല, ആരാണ് വലിയ ആരാണ് വലിയ, അതൊന്നല്ല ഇവിടുത്തെ ചർച്ച. ഇവിടുത്തെ ചർച്ച എന്താണ്? ലഹുമുൽ ബുഷറ ഫിൽ ഹയാത്തി ദുനിയ എന്നാണ്. ദുനിയാവിൻ്റെ ജീവിതത്തിൽ തന്നെ അവർക്ക് ബഷാറത്ത് അഥവാ ഗുഡ് ന്യൂസ് അല്ലെങ്കിൽ നല്ല ഭാഷ ഹാപ്പിനെസ് ലഭിക്കും എന്നുള്ളതാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ ഈ ദുനിയാവ് തന്നെ അത് കിട്ടും. ഓക്കെ, ഹാപ്പിനെസ്സിൻ്റെ ഒരവസ്ഥ ദുനിയാവ് ഫില്ലാഖറ, പരലോകത്തുണ്ട്, ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ വിഷയം പരലോകമല്ല. ഇപ്പോൾ നമ്മുടെ വിഷയം എന്താണ്? ദുനിയാവിൽ ഇത് എന്താണ് മൈൻഡിന് സംഭവിക്കുന്നത്, മൈൻഡിൻ്റെ ഡുവൽ ക്വാളിറ്റി ഓഫ് ദ മൈൻഡ്. ഈ മൈൻഡിൽ ഇത് രണ്ടും സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ലഹമുൽ ബുഷറ ഫിൽ ഹയാത്തി ദുന്യ. ഈ ഫിൽ ഹയാത്തി ദുന്യ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പറയേണ്ട ആവശ്യമില്ലല്ലോ, ക്ലിയർ അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഈ ലോക ജീവിതത്തിൽ തന്നെ അവർക്ക് എന്തുണ്ട്? അതിൻ്റെ തൊട്ട് മുന്നത്തായത് വായിച്ചാട്ട് അല്ലദീന, അങ്ങനെയാണ് പറഞ്ഞത്, അല്ലദീന ആമനു വകാനു യത്തഖൂൻ. അല്ലദീന ആമനു, ആരാണ്? അവർ വിശ്വാസികളാണ്, തഖ്വയുള്ളവരാണ്. അപ്പോൾ വിശ്വാസമുള്ള തഖ്വയുള്ള ആളുകൾക്ക് എന്തുണ്ട്? ദുനിയാവിൽ തന്നെ ഹാപ്പിനെസ് ഉണ്ട്, ഗുഡ് ന്യൂസ് ഉണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം വീണ്ടും വരികയാണ്, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ബഷാറത്ത് അനുഭവിച്ച വ്യക്തിത്വം ആരായിരിക്കും? ദ സെയിം ക്വസ്റ്റ്യൻ അഗെയിൻ ആസ്കിങ് യു, ദ സെയിം ക്വസ്റ്റ്യൻ, റിപ്പീറ്റിംഗ് ദ സെയിം ക്വസ്റ്റ്യൻ. ഇതേ ചോദ്യമുണ്ട്. നുഹിബു അൻ അതകററ. യെസ്, അങ്ങനെ ആവർത്തിക്കാൻ ആഗ്രഹിക്കണം. എന്താണ് പറയാം? ഏറ്റവും കൂടുതൽ ലോകത്ത് ഈ ബഷാറത്ത്, അള്ളാഹു ഈ ലോകത്ത് ഓഫർ ചെയ്ത ഈ ബഷാറത്ത് അനുഭവിച്ച വ്യക്തിത്വം ആരായിരിക്കും? ആരാണ്? പ്രവാചകൻ അല്ലേ? പ്രവാചകൻ. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിച്ചതാരാ? പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ചതാരാ? അതും ആരാണ്? പ്രവാചകൻ. അപ്പോൾ രണ്ടായത്തുകൾ എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ 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 മുഴങ്ങട്ടെ. ഉള്ളിൽ ഇന്നർ മൈൻഡിൽ ഓരോ കോശങ്ങളിലും അതിങ്ങനെ പ്രതിധ്വനിക്കട്ടെ. ലെറ്റ് ഇറ്റ് റിഫ്ലക്റ്റ് ഇൻ യുവർ സെൽസ്. ഏതാണത്? ഒന്ന്, ലഖദ് കാന ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. രണ്ട്, ഇന്ന മഅൽ ഉസ്രി യുസ്റ. ഇത് കാണിച്ചു തരാനാണ് പ്രവാചകൻ വന്നത്. അതുകൊണ്ടാണ് ആ പ്രവാചകൻ്റെ ലൈഫ് അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ ലൈഫൊക്കെ അങ്ങനെ ആയത്. പ്രശ്നങ്ങൾ അവിടെയുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ പ്രശാന്തി, ഏറ്റവും കൂടുതൽ ബഷാറത്ത്, ഏറ്റവും കൂടുതൽ കൽബുൽ മുത്മഇന്നത്ത്, ഏറ്റവും കൂടുതൽ സക്കീനത്ത്, ഏറ്റവും കൂടുതൽ റഹ്മത്ത് അനുഭവിച്ചത്, ഏറ്റവും കൂടുതൽ മവദ്ദത്ത് അനുഭവിച്ചത്, ഇതും അതേ പ്രവാചകൻ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് മാതൃക, ഇതാണ് മാതൃക, ഇതാണ് സീക്രട്ട് ഓഫ് ദ ലൈഫ്. ഇന്ന മഅൽ ഉസ്രി യുസ്റ, സീക്രട്ട് ഓഫ് ദ ലൈഫ്. മോഡൽ, ഐക്കോൺ ആൻഡ് മോഡൽ ഈസ് എന്താണ്? റസൂലുള്ളാഹി. ലഖദ് കാന റസൂലുള്ളാഹി ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഏറ്റവും ദ ബെസ്റ്റ് മോഡൽ, ദ ബെസ്റ്റ് എക്സാമ്പിൾ, ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആണ് എക്സാമ്പിൾ, മോഡലുള്ളത് ലൈഫിന്. അപ്പോൾ ആ ലൈഫ് ഇങ്ങനെയാണ്. ഇന്ന മഅൽ ഉസ്രി യുസ്റയിലാണ് പോയത്. നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഭാര്യഭർത്തം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട്. നമ്മുടെ സാമ്പത്തിക പ്രശ്നം ഞാൻ ചർച്ച ചെയ്യും അടുത്ത പാർട്ടിൽ. ഈ പാർട്ടിൽ പ്രവാചകൻ്റെയാണ് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ടെൻഷൻ, നമ്മുടെ ഏകാന്തത, ഇതെല്ലാം നമ്മൾ നോക്കും. ഇവിടേക്ക് എന്താ നമുക്ക് സംഭവിക്കുന്നത് എന്നുള്ളത്. പ്രവാചകൻ ഇതൊക്കെയാണ് സംഭവിച്ചേക്കണം. കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ലഹ്മുൽ ബുഷറ ഉച്ചത്തിൽ വായിച്ച ശേഷം ഫിൽ ഹയാത്തി എന്താണ്? ദുനിയ. അങ്ങനെ ഒന്നുകൂടി ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിൽ തന്നെ. അതാണ് ഞാൻ കഴിഞ്ഞ ഏതോ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ഈ ഖുറാൻ്റെ അജണ്ട തന്നെ എന്താ, ഖുറാൻ്റെ പ്രോജക്റ്റ് എന്താണ്? ഹാപ്പിനെസ് ഇൻ ദിസ് മൊമെൻറ്റ്. ഈ മൊമെൻറ്റിൽ ഹാപ്പി ആവുക, ഈ മൊമെൻറ്റിൽ ജോയ്ഫുൾ ആവുക, ഈ മൊമെൻറ്റിൽ ബ്ലിസ്ഫുൾ ആവുക. എന്നിട്ട് ഏതോ ഒരു മൊമെൻറ്റ് നമ്മൾ മരിക്കും. ആ മരിക്കുമ്പോൾ മലക്കിനെ പറയാൻ പറ്റണം, ഈ അയ്യത്തുൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ വദ്ഖുലി ഫീ ഫദ്ഖുലി ജന്നതി എന്ന് പറയാൻ പറ്റണം. ആ മലക്കിനത് പറയാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ആയിത്തീരുക എന്നല്ല. അപ്പം ഈ മൊമെൻറ്റിലാണ്. അടുത്ത മൊമെൻറ്റിലേക്ക് മാറ്റിവെക്കലില്ല ഇവിടെ. ഇവിടെ ഞാനാകെ ടെൻഷൻ അടിച്ച് ദൂരം അടിച്ച് ഡിപ്രഷൻ എന്നിട്ട് പരലോകം കിട്ടും, അങ്ങനെയല്ല പറഞ്ഞത്. ഈ മൊമെൻറ്റ് നിങ്ങൾ ഹാപ്പി ആയാൽ പരലോകത്തെ എറ്റേണൽ ലൈഫിൽ ഹാപ്പി ആയിരിക്കും. ദാറുൽ ഖുൽദ് കിട്ടും, ദാറുൽ സലാം കിട്ടും. ആ രീതിയിലാണ് കണക്ട് ചെയ്തേക്കണം. ഏതാണ് നല്ലത് ഗുണം? ഞാൻ ചോദിക്കട്ടെ, ഓരോരാൾ എന്നെ കേൾക്കുന്ന ഓരോരാൾ ശ്രദ്ധിക്കുക. ഈ ലോകത്തും ഹാപ്പി ആകാം, പരലോകത്തും ഹാപ്പി ആകാം. ഒരു സിനാരിയോ അതാണ് നിങ്ങൾക്ക് നല്ലത്. അതല്ല ഈ ലോകത്താകെ ടെൻഷൻ, ഗുൽമാല്, ആകൂടി, എന്താ പറയുക, കഷ്ടപ്പാട്, ദുരന്തം. പരലോകത്തെത്തിയ സ്വർഗ്ഗം കിട്ടും. ഈ രണ്ടിൽ ഏതാ നിങ്ങൾക്ക് വേണ്ടി പറയും? ഏതാ സെലക്ട് ചെയ്യാം? ഏതാ നിങ്ങൾക്ക് വേണ്ടതെന്ന് പറയും?
പെട്ടെന്ന് ഏതെങ്കിലും ഒരാൾ സെലക്ട് ചെയ്താണ്. ദുനിയാവില് ദുനിയാവിലും ആഖിറത്തിലും കിട്ടാനല്ലേ നമ്മൾ സെലക്ട് ചെയ്യാം. അതെ. അത് തന്നെയല്ലേ ഖുർആനിൽ പ്രാർത്ഥിക്കാനും പറഞ്ഞത്. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസന. ആദ്യം എവിടെ? ദുനിയാവിൽ ഹസനത്ത്, ഐശ്വര്യാവസ്ഥ, അല്ലേ? അത് അബണ്ടൻറ്റ് ലൈഫ് ദുനിയാവിൽ തരണമേ. പിന്നെ വഫിൽ ആഖിർ. അത് നമുക്ക് ഡീകോഡ് ചെയ്യേണ്ട വേറെ വിഷയമാണ്. അപ്പോൾ റബ്ബന ആതിന ഫിദ് ദുനിയ ഹസനതൻ. ഓക്കെ. അപ്പോൾ ദുനിയാവിൽ ഐശ്വര്യാവസ്ഥ തരണേ എന്നുള്ളതാണ് എന്താക്കുന്നത്, അവിടെ പ്രാർത്ഥിക്കുന്നത്. എന്താണ് ഹസനത്തെ? ഐശ്വര്യാവസ്ഥ, അബണ്ടൻസ് ഒക്കെ പറയില്ലേ. അതായത് ഈ പ്രാർത്ഥനയിൽ ഹസനത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള നല്ല കാര്യങ്ങളും, ഫോർ എക്സാമ്പിൾ സച്ച് ആസ് ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്. ദുനിയാവിൽ ഹസനത്ത് തന്നെ എന്ന് പറയുമ്പോൾ അതിൽ ഹെൽത്ത് ഉൾപ്പെടണ്ടേ, ആരോഗ്യാവസ്ഥ വരണ്ടേ, മാനസിക ഹെൽത്ത് വരണം, അതുപോലെ തന്നെ ശാരീരിക ഹെൽത്തൊക്കെ വരില്ലേ, അതുപോലെ തന്നെ വെൽത്ത് വരില്ലേ, വെൽത്തും വരും. ഹാപ്പിനെസ്, റൈച്ചസ് ആക്ഷൻ ഓർ ബെനിഫിഷ്യൽ തിങ്സ് ഇൻ ലൈഫ്, എല്ലാവിധ ബെനിഫിഷ്യലായിട്ടുള്ള ഈ ലോക ജീവിതത്തിലെ എല്ലാ സംഗതിയിലും ഉൾപ്പെട്ടു എന്നാണ്. മനസ്സിലായില്ലേ? അതാണ് ഹസനത്ത്. അത് ദുനിയാവ് തരണതാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് വീണ്ടും, എന്ത്? റബ്ബന ആതിന ഫിദ് ദുനിയ ഹസനതൻ എന്ന് നമ്മളോട് പ്രാർത്ഥിക്കാൻ ഖുർആനിലൂടെ പഠിപ്പിച്ചെന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഹസനത്ത് അനുഭവിച്ചത്, ഈ ഐശ്വര്യാവസ്ഥ എല്ലാം കാണണം കേട്ടോ. ഐശ്വര്യാവസ്ഥയിൽ എന്തെല്ലാം ഉണ്ടാവണം? ഹെൽത്ത്, വെൽത്ത് തുടങ്ങി ഹാപ്പിനെസ്, അങ്ങനെ മനസ്സിൻ്റെ എല്ലാ ഗുണങ്ങളും, ശാരീരിക മാനസികമായ എല്ലാ നല്ല അവസ്ഥയും ഉണ്ട് അതിൻ്റെ അകത്ത്. നാരോ ആയിട്ട് പറയുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിൻ്റെ അവസ്ഥ, പുറത്തെന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മനസ്സിൻ്റെ അവസ്ഥ. ഏറ്റവും കൂടുതൽ ഹസനത്ത് അനുഭവിച്ചത് ആരായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. വീണ്ടും പറഞ്ഞോ. ഖുർആനിൽ പറഞ്ഞ ഈ ലോകത്ത് റബ്ബന ആതിന ഫിദ് ദുനിയ എന്നല്ല അവിടെയും. നേരത്തെ ലഹുമുൽ ബുഷറ ഫിൽ ഹയാത്തി ദുനിയ, ഇവിടെ റബ്ബന ആതിന ഫിദ് ദുനിയ. ഇതെല്ലാം ദുനിയാവെന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ നിമിഷം കിട്ടാനുള്ളതാണ് ഇസ്ലാം പറയുന്ന, ഇസ്ലാമിൻ്റെ ആ പ്രോജക്റ്റ് തന്നെ ഈ മൊമെൻറ്റിൽ ആനന്ദം, ശാന്തി, സമാധാനം അനുഭവിക്കുക എന്നുള്ളത്. നീട്ടിവെക്കലില്ല, നീട്ടിവെക്കുന്ന പരിപാടിയില്ല അത്. പക്ഷെ ഇവിടെ കിട്ടിയാൾക്ക് എറ്റേണൽ ലൈഫിൽ അത് കിട്ടും. പക്ഷെ ഇവിടെ നീട്ടി വെച്ചവനിക്കല്ല കിട്ടുക, ഇവിടെ അനുഭവിച്ചവർക്കാണ് കിട്ടുക. ഓക്കെ. അപ്പോൾ പറയാം, ഏറ്റവും കൂടുതൽ ഹസനത്ത് അനുഭവിച്ചത് ആരായിരിക്കും ഈ ലോക ജീവിതത്തിൽ? സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിച്ചത് ആരാ? പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും, ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങളുടെ സയൻസ് വേറെ പഠിക്കാണ്ട് കേട്ടോ. എന്തിനാണ് ഈ അള്ളാഹ് പരീക്ഷിക്കുന്നത്? അതൊരു വലിയ സയൻസ് വേറെ നമുക്ക് മനസ്സിലാക്കേണ്ട, പിന്നീട് ഡീകോഡ് ചെയ്യാം. കാരണം അള്ളാഹു എന്താണ്? എല്ലാം അറിയുന്നവനാണ്. യഅലമു മാ ഫി സുദൂർ, അല്ലേ? നമ്മുടെ മനസ്സിൻ്റെ അകത്തുള്ളതും നെഞ്ചകത്തിൻ്റെ ഉള്ളതും, പിന്നെ ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച റബ്ബിന് ഈ പ്രപഞ്ചം എല്ലാ രഹസ്യങ്ങളും അറിയാം. ഈ റബ്ബ് എന്തിനാ പിന്നെ പരീക്ഷിക്കുന്നത്? അത് വേറൊരു സയൻസാണ്, നമുക്കതിലേക്ക് പിന്നീട് പോവാം. എന്താണ് ഈ പരീക്ഷണം? നമ്മൾ മുമ്പ് കണ്ട ആ ലെൻസ് തന്നെയാണോ ആ പരീക്ഷണം? അതോ ലെൻസ് മാറാനുണ്ടോ, കണ്ണട മാറാനുണ്ടോ എന്നൊക്കെ നമുക്ക് വേറെ ക്ലാസ്സിൽ, ചിലപ്പോൾ ഈ ക്ലാസ്സിൻ്റെ വേറെ പാർട്ടൊക്കെ വന്നേക്കാം. ഓക്കെ, അതെടുക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? ഒരു കാര്യം മനസ്സിലാക്കുക, പരീക്ഷണം എന്നുള്ളത് നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രമാണ്, തളർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല, വളർച്ചയ്ക്കാണ്. കാരണം പരീക്ഷണം എവിടെയൊക്കെ ഖുർആനിൽ പറഞ്ഞോ അവിടെയൊക്കെ പറയുന്നതാണ് ലഅല്ലക്കും തുർജിഊൻ. പല രീതിയിലും പറയുന്നുണ്ട്. ഞാൻ ഉദാഹരണം പറയുകയാണ്, നിങ്ങൾ എന്നിലേക്ക് തിരിച്ചു വരാനാണ്, അള്ളാഹുവിലേക്ക് തിരിച്ചു വരാനാണ് പരീക്ഷണം എന്ന് പറയുന്നതാണെന്നുണ്ട്. അപ്പോൾ ആ ആയത്ത് ഡീകോഡ് ചെയ്യുമ്പോഴേ നമുക്കിത് എന്താണ് ഇതിൻ്റെ സയൻസ്, എന്താണ് അതിൻ്റെ സൈക്കോളജി എന്ന് മനസ്സിലാവും. എന്താണ് പഠിച്ച് ഉദ്ദേശിക്കുന്നത്. കാരണം എല്ലാം അറിയുന്ന റബ്ബ് എന്തിനാണ് നമ്മളെ പരീക്ഷിക്കുന്നത്? നമ്മൾ അങ്ങനെയോ അങ്ങനെയോ എന്തിനാണല്ലോ പരീക്ഷിക്കേണ്ട ആവശ്യം? അള്ളാഹ്ക്ക് ഓൾറെഡി എല്ലാം അറിയാം. ഭാവിയും ഭൂതവും പ്രസൻറ്റും എല്ലാം ഒന്നാണ്, അല്ലേ? ആ റബ്ബ് പിന്നെ എന്തിനാണ് നമ്മൾ അങ്ങനെയാവും ഇങ്ങനെയാണെന്ന് പരീക്ഷിക്കേണ്ട ആവശ്യകത എന്താ? ക്വസ്റ്റ്യനാണോ അല്ലയോ? പക്ഷെ ആ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഇന്നത്തെ ഈ ക്ലാസ്സിൽ, അല്ലെങ്കിൽ ഇപ്പോൾ വല്ലാണ്ട് ഡീറ്റെയിലേക്ക് പോകുന്നില്ല. പക്ഷെ ഡീറ്റെയിലേക്ക് പോവേണ്ടതുണ്ട്. അപ്പോഴാണ് മനസ്സിന് റാഹത്ത് വരും, വല്ലാത്തൊരു ശാന്തി വരും, വല്ലാത്തൊരു സമാധാനം വരും, വല്ലാത്തൊരു ആനന്ദം വരും, ഇസ്ലാം ആയിക്കഴിയുന്നൊരവസ്ഥ വരും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു സാമുദായിക ലെവൽ അങ്ങനെ പോകുമ്പം ഒരു സാധാ ഓർഡിനറി ലൈഫായിരിക്കും. ഒരു അന്തംഗമ്മി ലൈഫ് എന്നൊക്കെ പറയുമല്ലോ എന്ന് പറഞ്ഞൊരു അവസ്ഥയായിരിക്കും. ആകെ പ്രശ്നവും ഗുൽമാലും പ്രശ്നം വരുമ്പോൾ തന്നെ എന്താണ്, ഉള്ളിനും ഒലക്കും. അത് പ്രശ്നം പുറത്താണ്. പക്ഷെ നബീലെ മാതൃക എന്താണ്? ഉള്ളിനെ ഒലക്കുന്നില്ല, ഉള്ളിൽ ടെൻഷനില്ല. പക്ഷെ എന്തുണ്ട്? പ്രശ്നങ്ങളൊക്കെ അവിടെയുണ്ട്. ദുഃഖങ്ങൾ ഉള്ളിൽ കയറുന്നില്ല.
ആ ഒരു അവസ്ഥയാണ് ലഭിക്കുക. അതിനെന്ത് ചെയ്യണം? പരീക്ഷണങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ ഇപ്പം നമ്മളിവിടെയുള്ളത് ദുനിയാവിൽ കിട്ടും എന്ന് പറയുന്ന സംഗതികളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്, പരലോകത്തെ സംഗതികളിലല്ല. എന്നാൽ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് റബ്ബനാത്തിന ഫിദ്ദുനിയ ഹസന എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ആയത്തിൽ എന്തുണ്ട്? ലഹുമുൽ ബുഷറ ഫിൽ ഹയാത്തു ദുനിയ ഫിൽ ആഖിറ എന്നുണ്ട്, ആഖിറത്തിലുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ കൈകാര്യം ചെയ്തത് ആദ്യം അത് ദുനിയാവല്ല പറഞ്ഞവിടെ രണ്ടായത്തിലും. അപ്പോൾ ആദ്യം ദുനിയാവിലാണ് ഇത് നേടേണ്ടതെന്ന് അർത്ഥം. അങ്ങനെ ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ ഹസനത്ത് നേടിയ, ഐശ്വര്യാവസ്ഥ നേടിയ വ്യക്തിത്വം ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നബി തന്നെയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് പ്രശ്നങ്ങൾ, തങ്ങൾ പ്രശ്നങ്ങൾ എടുക്കാൻ. പരീക്ഷണം എന്ന് പറയുമ്പോൾ പരീക്ഷണത്തെ ഞാൻ ഡീകോഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ പ്രശ്നങ്ങൾ എടുക്കില്ല. അല്ലത് പരീക്ഷണം എന്ന് പറയുമ്പോൾ അത് ഒന്ന് തിരിയാനുണ്ട്, ശരിയായ അണ്ടർസ്റ്റാൻഡിങ് വരാനുണ്ട്, റിയലൈസേഷൻ എന്ന് പറയും. ശരിക്കും റിയലൈസേഷൻ നടക്കണ്ടേ? ഓക്കെ. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഏറ്റവും കൂടുതൽ അനുഭവിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവിടെ കയറട്ടെ, ഡീപ്പിൽ കോശത്തിൽ കയറണം. ഓരോ മനസ്സിൻ്റെ ഇരുണ്ട അറകളിലേക്ക് കയറണം ഈ സാധനം, ഈ വെളിച്ചം കയറണം, ഈ നൂറ്. അല്ലാതെ നമ്മളിങ്ങനെ കാത്തിരിക്കുക പ്രശ്നമെല്ലാം പോയിട്ട് വേണം സമാധാനം വരാൻ. ഇതെപ്പം വരാനാ? നോ, പ്രശ്നങ്ങൾക്ക് ഒപ്പമാണ് സമാധാനം. അത് ഉൾക്കണ്ണോട് കാണാൻ പറ്റണം. പിന്നീട് ഇതിൻ്റെ അടുത്ത പാർട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, അതിലേക്ക് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? തൽക്കാലം ആയത്തും വിട്ട് കിടക്കാം. തൽക്കാലം ആയത്തിൻ്റെ ഡീകോഡിങ് അല്ലല്ലോ, വിഷയങ്ങളുടെ ഡീകോഡിങ് ആണ്. എന്താണ് നമ്മുടെ വിഷയം? പ്രശ്നങ്ങളിൽ നിന്ന് പ്രശാന്തിയിലേക്കുള്ള എത്താനുള്ള രാസവിദ്യ. എന്താണ് രാസവിദ്യ? ഒപ്പമാണത്. രാവും പകലും ഒരുമിച്ചാണ് ഇവിടെയുള്ളത്. പ്രകൃതിയിലുള്ളത് രാവ് വേറെ പകൽ വേറെയാണ്. മനസ്സിൻ്റെ അകത്ത് രാവും പകലും ഒരുമിച്ച്, ഇന്നും യാങ് എന്നൊക്കെ കേട്ടില്ലേ, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്, ഇത് ഒരുമിച്ചിട്ടാണ് അതിൻ്റെ അകത്തുള്ളത് ഈ സാധനം. ക്ലിയർ? ഓക്കെ. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡീകോഡിങ്ങിൻ്റെ അടുത്ത വിഷയത്തിലേക്ക് പോകാം.